നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാനുമായുള്ള യുദ്ധത്തിൽ സഹകരിക്കാതിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജയിച്ച യുദ്ധത്തിൽ പങ്കുപറ്റുന്നവരെ തനിക്ക് വേണ്ട എന്നും റോയൽ നേവിയുടെ യുദ്ധവാഹിനി കപ്പലുകൾ തങ്ങൾക്ക് ആവശ്യമില്ല എന്നും ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ സഖ്യകക്ഷിയായിരുന്ന ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കാണിച്ച നെറുകേടിന് മറുപടി നൽകുമെന്നും ട്രംപിന്റെ ഭീഷണി. ട്രംപിന്റെ പോരാട്ടത്തിൽ തുടക്കം മുതൽ പിന്തുണ നൽകേണ്ടതായിരുന്നുവെന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. ദുബായിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാർട്ടർ ഫ്ലൈറ്റ് ബുക്കിംഗ് ആരംഭിച്ച് ബ്രിട്ടൻ. സംവിധാനം ഒരുക്കിയിരിക്കുന്നത് മധ്യപൂർവേഷ്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക്. ദുബായിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത് ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാർ. അവശരായവർക്കും പ്രായമായവർക്കും ചാർട്ടർ വിമാനങ്ങളിലെ ബുക്കിംഗിൽ മുൻഗണന. ദുബായിൽ നിന്നുള്ള വിമാനം ഈ ആഴ്ച ബ്രിട്ടനിലെത്തും. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിലെ പാഠ്യവിഷയങ്ങൾ പുനഃപരിശോധിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ നിർബന്ധിത വിദ്യാഭ്യാസ നയങ്ങൾ പുനഃപരിശോധിച്ച് അവയിൽ മാറ്റം വരുത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ്. പുതിയ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ പാഠ്യവിഷയങ്ങൾ ക്രമീകരിക്കും. വിദ്യാഭ്യാസ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കളും അധ്യാപകരും നിരവധി സംഘടനകളും രംഗത്ത്. ഇറാന്റെ പരമോന്നത നേതാവായി ആയത്തുള്ള ഖമേനിയുടെ മകൻ മുസ്തഫ ഖമേനിയെ തിരഞ്ഞെടുത്തു. നേതാവിനെ തിരഞ്ഞെടുത്തത് 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പെർട്സ്. മുസ്തഫയുടെ രാഷ്ട്രീയ പ്രവേശനം 2000-ഓടെ. രാജ്യവ്യാപകമായി നടന്ന ഗ്രീൻ മൂവ്മെന്റ് പ്രക്ഷോഭത്തെയും ഹിജാബ് പ്രക്ഷോഭത്തെയും അടിച്ചമർത്തുന്നതിന് മുസ്തഫ പങ്കുവഹിച്ചു. ഇറാനിലെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം ഇനി മുസ്തഫ ഖമേനിക്ക്. ഇറാൻ ആക്രമണത്തിൽ ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. UAE-ലെ ഫുജൈറയിൽ വീണ്ടും ഇറാന്റെ ആക്രമണം. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഇസ്രയേലിനൊപ്പം അമേരിക്ക ഉറച്ചു നിൽക്കുമെന്നും ഉചിതമായ സമയത്ത് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാവുള്ളൂ എന്നും ട്രംപ്. പശ്ചിമേഷ്യയിലുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനായി വിമാനങ്ങൾ സജ്ജമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. നിലവിലെ യുദ്ധ സാഹചര്യം ഇന്ത്യയെ ഏറെ ആശങ്കപ്പെടുത്തുന്നുവെന്നും പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും മന്ത്രി. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധന രാജ്യത്തെ സാമ്പത്തികമായി ബാധിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി. മമതാ ബാനർജിയും നരേന്ദ്രമോദിയും തമ്മിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത രാഷ്ട്രീയ തർക്കം പുതിയ തലത്തിലേക്ക്. വിവാദങ്ങൾക്ക് കാരണമായത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയോ മറ്റു മന്ത്രിമാരോ എത്താതിരുന്നത്. സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വരാത്തതിൽ രാഷ്ട്രപതി അതൃപ്തി പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഭരണഘടനാപരമായ ലംഘനമാണെന്ന് നരേന്ദ്രമോദി. മന്ത്രി KP ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ നിയമ നടപടിക്ക്. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ എല്ലാം തെളിവുകൾ ഫോട്ടോകളായി തന്റെ പക്കലുണ്ടെന്നും ബിന്ദു മേനോൻ. മന്ത്രിയുടെ സഹായികൾ ഭാര്യയെ തടഞ്ഞുവെച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് അലംഭാവം കാണിച്ചതായും ആരോപണം. തന്നെ സഹായിച്ചത് ബന്ധു കൂടിയായ മുൻ DGP ശ്രീലേഖയെന്ന് മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ. സംഭവത്തിൽ പ്രതികരിക്കാതെ ഭാര്യ. ആരോപണം സ്ഥിരീകരിച്ച് ശ്രീലേഖ. ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന നഴ്സുമാരെ മുറിയിൽ പൂട്ടിയിട്ട് മാനേജ്മെന്റ്. സംഭവം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ. നഴ്സുമാരെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും നഴ്സുമാരുടെ സംഘടന. സ്വകാര്യ ആശുപത്രികളിലെ സമ്പൂർണ്ണ പണിമുടക്കിൽ അത്യാഹിത വിഭാഗങ്ങളടക്കം പ്രവർത്തിച്ചില്ല. പ്രതിഷേധം ശക്തമാക്കി നഴ്സുമാരുടെ സംഘടന. വാർത്തകൾ വിശദമായി. ഇറാനുമായുള്ള യുദ്ധത്തിൽ സഹകരിക്കാതിരുന്ന പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിനെ കുത്തി ഡൊണാൾഡ് ട്രംപ്. ഒരിക്കൽ അടുത്ത സഖ്യകക്ഷിയായിരുന്ന ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കാണിക്കുന്ന പിന്തുണയിലെ കുറവ് ഓർമ്മിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. റോയൽ നേവിയുടെ യുദ്ധവാഹിനി കപ്പലുകൾ തനിക്ക് ആവശ്യമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയതോടെയാണ് ബന്ധം വഷളാകുന്നുവെന്ന് ഉറപ്പായത്. യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പങ്കുചേരാനുള്ള ശ്രമം നടത്തുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കുത്താനും ട്രംപ് മറന്നില്ല. ഇറാനെതിരായ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുമ്പോഴാണ് മിഡിൽ ഈസ്റ്റിൽ 2 വിമാനവാഹിനി കപ്പലുകളെ നിയോഗിക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചത്. എന്നാൽ യുദ്ധം ജയിക്കാൻ തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. 2 സൈനിക സഖ്യകക്ഷികൾ തമ്മിലുള്ള സവിശേഷ ബന്ധം തകരാറിലാക്കാനാണ് സ്റ്റാർമർ സഹായിച്ചതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. US-ന്റെ പ്രാഥമിക ആക്രമണങ്ങളിൽ ബ്രിട്ടീഷ് ബേസുകൾ ഉപയോഗിക്കാൻ അനുവദിക്കാതിരുന്നതും രോക്ഷത്തിന് കാരണമായി. പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ വിമർശനം. ട്രംപ് ഇറാന് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങൾ നിയമപരവും കൃത്യമായ പദ്ധതിയോടെയും ആകണമെന്ന് തനിക്ക് തൃപ്തി ലഭിക്കണമെന്നായിരുന്നു തുടക്കത്തിൽ സ്റ്റാർമറുടെ നിലപാട്. ട്രംപിന്റെ പോരാട്ടത്തിൽ തുടക്കം മുതൽ പിന്തുണ നൽകേണ്ടതായിരുന്നുവെന്ന് പറഞ്ഞ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ രംഗത്ത് വന്നു. സഖ്യകക്ഷികൾ സുരക്ഷയിൽ പ്രധാനമാണ്, അവിടെ കൂടെ ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് സ്റ്റാർമറെ ബ്ലെയർ ഓർമ്മിപ്പിച്ചു. സംഘർഷഭരിതമായ മധ്യപൂർവേഷ്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്കായി കൂടുതൽ സൗകര്യമൊരുക്കുകയാണ് ബ്രിട്ടൻ. ദുബായിൽ നിന്നുള്ള ചാർട്ടർ വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് ഒരു ബുക്കിംഗ് പോർട്ടൽ ആരംഭിച്ചു.
സംഘർഷം ആരംഭിച്ചതിനു ശേഷം ദുബായിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാരാണ് കുടുങ്ങിയിട്ടുള്ളത്. അവശരായവർക്കും പ്രായമായവർക്കും ചാർട്ടർ വിമാനങ്ങളിലെ ബുക്കിംഗ് മുൻഗണന നൽകും. ഈ മേഖലയിൽ സാന്നിധ്യം രേഖപ്പെടുത്തിയവരുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞയാഴ്ച തന്നെ ഈ മേഖലയിൽ നിന്ന് വിമാന സർവീസുകൾ സർക്കാർ ആരംഭിച്ചിരുന്നു. മസ്കറിൽ നിന്നും ഒമാനിൽ നിന്നുമുള്ള 2 വിമാനങ്ങൾ ഇതിനോടകം തന്നെ ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ട്. ദുബായിൽ നിന്നുള്ള വിമാനം ഈ ആഴ്ച ആദ്യം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. തകർന്ന ഇറാനിയൻ ഡ്രോണിന്റെ അവശിഷ്ടം കാറിന് മേൽ പതിച്ച് ദുബായിൽ ശനിയാഴ്ച ഒരാൾ മരണമടഞ്ഞിരുന്നു. ഇംഗ്ലണ്ടിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ നയങ്ങളിൽ കാതലായ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. മുൻ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ ചില നിർബന്ധിത വിദ്യാഭ്യാസ നയങ്ങൾ പുനഃപരിശോധിച്ച് അവയിൽ മാറ്റം വരുത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സ്കൂളുകളിൽ നിർബന്ധിതമായി നടപ്പാക്കിയ ചില പാഠ്യവിഷയങ്ങളും മാർഗനിർദ്ദേശങ്ങളും വീണ്ടും വിലയിരുത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം വിദ്യാർത്ഥികളുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ പാഠ്യവിഷയങ്ങൾ അവതരിപ്പിക്കണമെന്നാണ് പ്രധാന ലക്ഷ്യം. ചില സ്കൂളുകളിലും മാതാപിതാക്കളും ഉയർന്ന ആശങ്കകളെ തുടർന്ന് വിദ്യാഭ്യാസ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് നിരവധി സംഘടനകളും അധ്യാപകരും രംഗത്തെത്തിയിരുന്നു. കുട്ടികളുടെ മാനസിക വളർച്ചയും സാമൂഹ്യ സാഹചര്യങ്ങളും പരിഗണിച്ചുള്ള പഠനരീതി വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അലർജി അവബോധ പരിശീലനം അധ്യാപകരടക്കമുള്ള എല്ലാ സ്കൂൾ ജീവനക്കാർക്കും നിർബന്ധമാക്കാൻ പദ്ധതിയിടുന്നത് വൻ വാർത്താ പ്രാധാന്യം നേടി. ഭക്ഷണ അലർജി പോലുള്ള അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിവേഗം തിരിച്ചറിയാനും ആവശ്യമായ പ്രഥമ ശുശ്രൂഷ നൽകാനും സ്റ്റാഫിനെ പരിശീലിപ്പിക്കുകയാണ് ലക്ഷ്യം. പരിശീലനത്തിലൂടെ അലർജിയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അടിയന്തര സാഹചര്യങ്ങളിൽ ഓട്ടോ ഇൻജക്ടർ ഉപയോഗിക്കുന്ന വിധം, കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. സ്കൂളുകളിൽ അലർജി മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കാനും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സുരക്ഷിതമായ പഠന പരിസരം സൃഷ്ടിക്കാനുമാണ് ഈ നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനിടെ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ ചില വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് സ്കൂളുകളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നു. വിശദമായ മാർഗനിർദ്ദേശങ്ങൾ അടുത്ത മാസങ്ങളിൽ പുറത്തിറങ്ങുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടൻ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്കെന്ന് റിപ്പോർട്ടുകൾ. 2 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള പ്രകൃതിവാതക ശേഖരം മാത്രമാണ് ബ്രിട്ടന്റെ കൈവശമുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തിലെ തന്നെ പ്രകൃതിവാതകത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ് മധ്യപൂർവേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഉൽപാദനം നിർത്തിവെക്കുകയും സുപ്രധാനമായ കപ്പൽപാത ഇറാൻ അടയ്ക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ സാഹചര്യം ബ്രിട്ടനിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. നാഷണൽ ഗ്യാസ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ബ്രിട്ടന്റെ കൈവശം 6700 GWH പ്രകൃതിവാതകം മാത്രമാണ് ഉള്ളത്. കഷ്ടിച്ച് 1.5 ദിവസത്തെ ആവശ്യങ്ങൾ നിറവേറ്റുവാനേ ഇതിന് കഴിയുകയുള്ളൂ. തുല്യ അളവിലുള്ള ദ്രവീകൃത പ്രകൃതിവാതകവും സ്റ്റോക്കിലുണ്ട്. അതേസമയം കൂടുതൽ മെച്ചപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തിയ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്ക് ഇനിയും ഏതാനും ആഴ്ചകൾ കൂടി ആവശ്യം വരുന്ന പ്രകൃതിവാതകം സ്റ്റോക്കുണ്ട്. ബ്രിട്ടന്റെ ഈ സാഹചര്യം മുതലെടുത്ത് വ്യാപാരികൾ പ്രകൃതിവാതകത്തിന് ഇപ്പോൾ പ്രീമിയം വിലയാണ് ഈടാക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ അനുസരിച്ച് സ്റ്റോക്ക് വരുത്താൻ കൂടുതൽ തുക ചെലവഴിക്കേണ്ടതായി വരും എന്നതിനാലാണിത്. നിലവിൽ ബ്രിട്ടനാണ് യൂറോപ്പിൽ ഗ്യാസിന് ഏറ്റവും അധികം മൊത്തവില നൽകുന്നത്. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ഉൽപാദനം നിർത്തിവെച്ചതും ഹോർമുസ് കടലിടുക്ക് അടച്ചതുമാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപാദക മേഖലയായ റാസ് ലഫാനിൽ ഉൽപാദനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതായി കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ തന്നെ ഖത്തർ അറിയിച്ചിരുന്നു. പ്രദേശത്ത് ഇറാന്റെ ബോംബാക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത്. അധികം വേഗത്തിൽ തന്നെ വില ബാരലിന് $100 വരെ ഉയരുമെന്നാണ് ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നത്. യുദ്ധം ഇനിയും നീളുകയാണെങ്കിൽ വില $150 എത്താനും സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു. ഫിക്സഡ് സേവിംഗ്സ് അക്കൗണ്ടിൽ 4000 പൗണ്ടോ അതിലധികമോ ഉള്ളവർക്ക് അധികം വൈകാതെ HM റവന്യൂ ആൻഡ് കസ്റ്റംസിൽ നിന്നും നോട്ടീസ് ലഭിച്ചേക്കും. തികച്ചും അപ്രതീക്ഷിതമായ ഒരു ടാക്സ് ബില്ലും അതിനോടൊപ്പം ഉണ്ടാകും. ഉപഭോക്താക്കളുടെ സേവിംഗ്സ് അക്കൗണ്ടിൽ ലഭിക്കുന്ന പലിശ HMRCക്ക് ഓട്ടോമാറ്റിക്കായി കണ്ടുപിടിക്കാൻ കഴിയും എന്നതിനാലാണ് ഇത്. പലിശ ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്താണെങ്കിൽ നിങ്ങൾക്ക് അധിക നികുതി അടയ്ക്കുന്നതിനുള്ള നോട്ടീസും ലഭിക്കും. 2025-26 നികുതി വർഷം അതിന്റെ അവസാന ആഴ്ചകളിലേക്ക് കടന്നതോടെ ഇത്തരത്തിലുള്ള അധിക നികുതി നോട്ടീസുകൾ HMRC അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ അന്തിമ സാമ്പത്തിക സ്ഥിതി വിശകലനം ചെയ്തതിനു ശേഷമാണ് സേവിംഗ്സ് അക്കൗണ്ട് പലിശയ്ക്ക് മേൽ നികുതി അടയ്ക്കാനുള്ളവർക്ക് നോട്ടീസ് അയക്കുന്നത്. നികുതിരഹിത ക്യാഷ്, ISA ഒഴിച്ചുള്ള മറ്റെല്ലാ അക്കൗണ്ടുകളുടെ വിവരങ്ങളും HMRCക്ക് ഓട്ടോമാറ്റിക്കായി ലഭ്യമാകും. പേഴ്സണൽ സേവിംഗ് അലവൻസ് നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് പ്രതിവർഷം 1000 പൗണ്ട് വരെ സേവിംഗ്സ് അക്കൗണ്ടിൽ നിന്ന് നികുതിയില്ലാതെ പലിശയായി നേടാനാകും. എന്നാൽ പ്രതിവർഷം 50,270 പൗണ്ടിൽ വരുമാനമുള്ളവർക്ക് മാത്രം ബാധകമാണിത്. അതിന് മുകളിലുള്ളവർക്ക് 500 പൗണ്ടാണ് നികുതിയില്ലാത്ത പലിശയുടെ പരിധി. നിങ്ങളുടെ വരുമാനം പ്രതിവർഷം 1,25,140 പൗണ്ടിൽ കൂടുതലാണെങ്കിൽ സേവിംഗ്സ് അക്കൗണ്ട് പലിശയ്ക്ക് മേൽ നിങ്ങൾക്ക് നികുതി ഇളവ് ലഭിക്കുകയില്ല. ഇറാന്റെ പരമോന്നത നേതാവായി ആയത്തുള്ള ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ തിരഞ്ഞെടുത്തു. 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്തത്. നിർണായക വോട്ടിംഗിലൂടെ മുജ്തബ ഖമേനിയെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഇറാന്റെ 3ാമത്തെ നേതാവായി നിയമിച്ചു എന്ന് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടെ ഇറാനിലെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം പുതിയ സ്ഥാനത്തോടെ മുജ്തബ ഖമേനിക്ക് ലഭിച്ചു. ആയത്തുള്ള അലി ഖമേനിയുടെ 6 മക്കളിൽ രണ്ടാമനാണ് മുജ്തബ ഖമേനി. 17ാം വയസ്സിൽ ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പിൽ ചേർന്ന മുസ്തഫ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തു. IRGCയുടെ ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായിരുന്നു മുജ്തബ. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഈ ബറ്റാലിയനിലെ അംഗങ്ങളാണ് പിന്നീട് ഇറാന്റെ സുപ്രധാന സുരക്ഷാ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളത്. സൈനിക സേവനത്തിന് ശേഷം 1999 ഇറാന്റെ പ്രമുഖ മതപണ്ഡിതന്മാരെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഭൂമിയിലെ ഷിയ സെമിനാരിയിൽ മുജ്തബ മതപഠനത്തിന് ചേർന്നു. അലി ഖമേനിയുടെ അടുത്ത സുഹൃത്ത് ആയത്തുള്ള
മുഹമ്മദ് തഖി മെസ്ബാ യാസ്ദിയായിരുന്നു ഗുരു. ഭൂമിയിലെ പഠനത്തിനു ശേഷമാണ് ഇറാന്റെ ഏറ്റവും സുപ്രധാന അധികാര കേന്ദ്രമായ ഖമനിയുടെ ഓഫീസിന്റെ ചുമതലയിൽ മുജ്തബ എത്തുന്നത്. 2000 മുജ്തബ പരോക്ഷമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. 2005 നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മഹ്മൂദ് അബ്നി നെജാദിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ മുജ്തബ ഇടപെട്ടിരുന്നതായി പിന്നീട് വെളിപ്പെടുത്തലുകളുണ്ടായി. 2009 അഹമ്മദി നെജാദിന് തുടർഭരണം സമ്മാനിച്ച തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് രാജ്യവ്യാപകമായി നടന്ന ഗ്രീൻ മൂവ്മെന്റ് എന്നറിയപ്പെട്ട പ്രക്ഷോഭത്തെയും 2022 മഹ്സ അമിനിയുടെ ഭരണത്തെ തുടർന്ന് നടന്ന ഹിജാബ് പ്രക്ഷോഭത്തെയും അടിച്ചമർത്തുന്നതിൽ മുജ്തബ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇറാൻ ആക്രമണത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഡൊണാൾഡ് ട്രംപുമായി UAE പ്രസിഡന്റ് ഫോണിലാണ് സംസാരിച്ചത്. UAEയും മറ്റു രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. അതിനിടെ UAEയിലെ ഫുജൈറയിൽ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായി. ഫുജൈറയിലെ എണ്ണ വ്യവസായ മേഖലയിലാണ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. ആക്രമണം തുടർന്ന് നേരിയ തീപിടുത്തമുണ്ടായെന്നും തീയണച്ചെന്നും ഫുജൈറ മീഡിയ ഓഫീസ് അറിയിച്ചു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടൈംസ് ഓഫ് ഇസ്രായേലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിൽ ഇസ്രായേലിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. താനും നെതന്യാഹുവുമാണ് ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന ഇസ്രായേലിനോടൊപ്പം അമേരിക്കയും ഉറച്ചു നിൽക്കുമെന്നും ഉചിതമായ സമയത്ത് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന. ഫെബ്രുവരി 27 നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും എണ്ണ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. അമേരിക്ക ആക്രമണം നിർത്തിയാലും ഇസ്രായേൽ ഇറാനെതിരെ ഒറ്റയ്ക്ക് പോരാട്ടം തുടരുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ട്രംപ് തയ്യാറായില്ല. അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മുതിർന്ന പുരോഹിതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ പുതിയ ഭരണാധികാരിക്ക് വാഷിംഗ്ടണിന്റെ അംഗീകാരം ആവശ്യമാണെന്നും അല്ലാത്ത പക്ഷം അധികകാലം അധികാരത്തിൽ തുടരാനാവില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ വീണ്ടും ഒരു ആണവ ശക്തിയാകാനോ മിഡിൽ ഈസ്റ്റ് പിടിച്ചെടുക്കാനോ താൻ അനുവദിക്കില്ല എന്നും മേഖലയിൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്ക് വഴി ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ നീക്കം ഉടൻ പുനരാരംഭിക്കുമെന്ന് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ്. ഒരു വലിയ എണ്ണ ടാങ്കർ ഈ നിർണായക ജലപാതയിലൂടെ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയതായും അദ്ദേഹം ഞായറാഴ്ച പറഞ്ഞു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ശേഷി US അതിവേഗം ഇല്ലാതാക്കുകയാണെന്നും ക്രിസ് റൈറ്റ് കൂട്ടിച്ചേർത്തു. പ്രധാന കടലിടുക്ക് വഴി ഗൾഫിൽ നിന്നുള്ള എണ്ണ, പ്രകൃതിവാതകം, വളങ്ങൾ എന്നിവയുടെ എല്ലാം നീക്കം പുനരാരംഭിക്കുക എന്നതാണ് ലക്ഷ്യം. ഒരു വലിയ ടാങ്കർ ഇതുവരെ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. ക്രിസ് റൈറ്റ് ഫോക്സ് ന്യൂസിനോട് ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. ഞങ്ങൾ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിക്കും. അതേസമയം എണ്ണയുടെ വിതരണം ഉടൻ ഹോർമൂസ് വഴി പുനരാരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗൾഫ് ഉൽപ്പാദനം കുറയ്ക്കുകയും ഇറാനുമായുള്ള US ഇസ്രായേൽ യുദ്ധം കാരണം ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞെടുക്കുകയും ചെയ്യുന്നതിനാൽ ലോകത്തിലെ എണ്ണ വിപണി അനിശ്ചിതത്വം നേരിടുകയാണ്. ലോകത്തിന്റെ 5 അസംസ്കൃത എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും സാധാരണയായി നീങ്ങുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇറാൻ ഹോർമൂസ് അടച്ചതോടെ ആഗോള ഊർജ്ജ വിതരണത്തിൽ തടസ്സം നേരിടുകയും എണ്ണയുടെ വില വർദ്ധിക്കുകയും ചെയ്തു. ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഏഷ്യയിലാണ് ഈ തടസ്സം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. തങ്ങളുടെ ആവശ്യത്തിന്റെ 90%-ലധികം ഗൾഫ് ക്രൂഡിനെ ആശ്രയിക്കുന്ന ജപ്പാൻ കടൽ ശേഖരം ഉപയോഗിക്കുന്നത് പരിഗണിക്കുകയാണ് ഇപ്പോൾ. ചൈന ആഭ്യന്തര വിതരണം നിലനിർത്തുന്നതിനായി ഇന്ധന കയറ്റുമതി വെട്ടിച്ചുരുക്കി. ദക്ഷിണ കൊറിയ എണ്ണവില പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ്. കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടയാൻ ബലം പ്രയോഗിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കടലിടുക്ക് അടച്ചിരിക്കുന്നു. ആരെങ്കിലും കടന്നുപോകാൻ ശ്രമിച്ചാൽ IRGC-യിലെയും നാവികസേനയിലെയും മിടുക്കരായ സൈനികർ ആ കപ്പലുകൾ കത്തിക്കുമെന്ന് IRGC കമാൻഡർ ഇൻ ചീഫിന്റെ ഉന്നത ഉപദേഷ്ടാവായ ബ്രിഗേഡിയർ ജനറൽ സർദാർ ഇബ്രാഹിം ജബാരി ഉദ്ധരിച്ച് ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.86 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 92.31 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 106.6 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.08 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥ സംബന്ധിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അദ്ദേഹം സഭയെ അറിയിച്ചു. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനായി വിമാനങ്ങൾ സജ്ജമാണെന്ന് മന്ത്രി ഉറപ്പു നൽകി. നിലവിലെ യുദ്ധ സാഹചര്യം ഇന്ത്യയെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷ മേഖലകളിൽ നിന്ന് മടങ്ങിവരാൻ കാത്തിരിക്കുന്ന ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനായി വിമാനങ്ങൾ സജ്ജമാണെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. പ്രവാസികളുടെ സുരക്ഷയ്ക്കായി വിവിധ രാജ്യങ്ങളുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധന രാജ്യത്തെ സാമ്പത്തികമായി ബാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത രാഷ്ട്രീയ തർക്കം പുതിയ തലത്തിലേക്ക്.
ഡാർജിലിംഗിൽ നടന്ന 9ാമത് ഇന്റർനാഷണൽ സന്താൾ കോൺഫറൻസിൽ പങ്കെടുക്കാനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയോ മറ്റ് മന്ത്രിമാരോ എത്താതിരുന്നതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. തന്നെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വരാത്തതിൽ രാഷ്ട്രപതി അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. പശ്ചിമബംഗാൾ സർക്കാർ ഗോത്രവർഗ്ഗക്കാരുടെ ക്ഷേമം ആഗ്രഹിക്കുന്നില്ലായിരിക്കാമെന്നും അവർ പറഞ്ഞു. രാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഭരണഘടനാപരമായ ലംഘനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആരോപിച്ചു. ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ പ്രോട്ടോകോൾ പാലിച്ചില്ല എന്ന വിമർശനത്തിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി നേതാവ് എൽ.കെ. അദ്വാനിയും കസേരയിൽ ഇരിക്കുമ്പോൾ രാഷ്ട്രപതി തൊട്ടടുത്ത് നിൽക്കുന്നതിന്റെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇങ്ങനെയാണോ രാഷ്ട്രപതിയെ ബഹുമാനിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് മോദിക്കും അദ്വാനിക്കും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രപതിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തത്. രാഷ്ട്രപതിയോടുള്ള ബഹുമാനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ ചിത്രം നോക്കൂ. രാജ്യത്തെ ആദ്യ ഗോത്ര വിഭാഗക്കാരിയായ രാഷ്ട്രപതി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി സുഖമായി കസേരയിൽ ഇരിക്കുകയാണ്. രാഷ്ട്രപതിയോടുള്ള ബഹുമാനത്തെക്കുറിച്ചുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും പൊള്ളയാണെന്ന് ഇത് തെളിയിക്കുന്നുവെന്നും തൃണമൂൽ ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ 2024 എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന ചടങ്ങിനിടെ എടുത്ത ചിത്രമാണ് തൃണമൂൽ പുറത്തുവിട്ടത്. കേരളത്തിൽ സിപിഎമ്മും ബി.ജെ.പിയും ഒന്നിച്ച് CJP ആയി പ്രവർത്തിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ഇന്ത്യ സഖ്യ യോഗത്തിൽ ഇടത് എംപിമാർ. ഡൽഹിയിൽ ഇന്ന് ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് ഇടതു നേതാക്കളായ പി സന്തോഷ് കുമാറും ജോൺ ബ്രിട്ടാസും തങ്ങളുടെ അതൃപ്തി അറിയിച്ചത്. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് ഇടതു നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ അതൃപ്തി അറിയിച്ചത്. ബി.ജെ.പിക്ക് എതിരായ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി ഇത്തരം പരാമർശം നടത്താൻ പാടില്ലായിരുന്നുവെന്ന് പി സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണെന്നും തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. എന്നാൽ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്ക് രൂപം നൽകാനാണ് യോഗമെന്നും അതിൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നത് ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ചൂണ്ടിക്കാട്ടി. ഇതിനിടെ ഈ വിഷയത്തിൽ വിശദമായ ചർച്ചയാകാമെന്ന് കെ.സി. വേണുഗോപാലും വ്യക്തമാക്കി. അതേസമയം വിവാദം കോൺഗ്രസ് ഇടതു നേതാക്കൾ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മറ്റ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണം. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ എല്ലാം ഫോട്ടോകൾ എടുത്ത ഭാര്യയെ ഗണേഷിന്റെ സന്തത സഹചാരികൾ തടഞ്ഞുവെച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങിയെന്നും ആരോപണമുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. വാളകത്തെ കുടുംബ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ എത്തിയ ഭാര്യയെ ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണുകയായിരുന്നു. മുൻ DGP ആർ ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരിയായ ഭാര്യ ഉടനെ അവരുമായി ബന്ധപ്പെട്ടു. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രീലേഖയെ ധരിപ്പിച്ചപ്പോൾ സുരക്ഷയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാനാണ് ശ്രീലേഖ ഉപദേശിച്ചത്. ഇത് പ്രകാരം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൈകാര്യം ചെയ്യുന്ന 112 നമ്പറിൽ ബന്ധപ്പെട്ട ഭാര്യ താൻ ആരാണെന്നും കാര്യത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് പോലീസിനെ അറിയിച്ചു. താമസിയാതെ സ്ഥലത്തെത്തിയ പോലീസ് സംഭവത്തിൽ ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നു. വീട്ടിൽ തിരിച്ചു കയറിയ ഇവർ വീണ്ടും ഫോട്ടോകൾ എടുത്തു. ഭാര്യയിൽ നിന്ന് മൊബൈൽ കൈക്കലാക്കാൻ സഹായികളായ പ്രദീപിനോടും ശാന്തനോടും നിർദ്ദേശം നൽകുകയാണ് മന്ത്രി ചെയ്തതെന്നാണ് ആരോപണം. ഇതനുസരിച്ച് വാതിൽ കുറ്റിയിട്ട് സഹായികൾ ഇവരിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വിട്ടുകൊടുത്തില്ല. ഇതിനിടയിൽ പോലീസിന്റെ സഹായത്തിനായി ഉച്ചത്തിൽ കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചു. പിടിവലികൾക്കിടയിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഭാര്യ പുറത്ത് പോലീസ് സംഘത്തെ കാണാതിരുന്നതിനാൽ താൻ വന്ന ടാക്സിക്കാരിൽ തിരിച്ചു പോവുകയായിരുന്നു. ഗണേഷ് കുമാറിന്റെ ഭാര്യ വാർത്ത നിഷേധിക്കാനോ സ്ഥിരീകരിക്കാനോ തയ്യാറായില്ല. മുൻ DGP ആർ ശ്രീലേഖയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതെല്ലാം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ വിളിച്ചതായും കാര്യങ്ങൾ കേട്ടപ്പോൾ ഉടൻ തന്നെ 112 നമ്പറിൽ വിളിക്കാനാണ് താൻ പറഞ്ഞതെന്നും ശ്രീലേഖ പറഞ്ഞു. ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന നഴ്സുമാരെ മാനേജ്മെന്റ് മുറിയിൽ പൂട്ടിയിട്ടതായി പരാതി. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ നഴ്സുമാരെയാണ് അധികൃതർ മുറിയിൽ പൂട്ടിയിട്ടത്. തുടർന്ന് നഴ്സുമാരുടെ സംഘടനാ പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിലെത്തി പ്രതിഷേധിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സമരം ചെയ്യുന്ന 25ഓളം നഴ്സുമാരെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ അധികൃതർ മുറിയിലേക്ക് വിളിച്ചത്. മുറിയിലെത്തിയ നഴ്സുമാരെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ആശുപത്രിയിലെ നഴ്സുമാരുടെ സംഘടനാ പ്രസിഡന്റ് മുനീർ ചൂണ്ടിക്കാട്ടുന്നു. പുതുതായി ജോലിക്ക് കയറിയ നഴ്സുമാരെയാണ് അധികൃതർ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തുകയും പൂട്ടിയിടുകയും ചെയ്തത്. ഇതറിഞ്ഞ് കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമരം ചെയ്യുകയായിരുന്ന സംഘടനാ പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. സമരം സംബന്ധിച്ച് നേരത്തെ നോട്ടീസ് നൽകിയതാണ്. എന്നാൽ വീട്ടുകാരെ അടക്കം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് മാനേജ്മെന്റ് ചെയ്തതെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ തിങ്കളാഴ്ച സമ്പൂർണ്ണ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്യാഹിത വിഭാഗങ്ങളടക്കം പ്രവർത്തിക്കുന്നില്ല. നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് MLA CC മുകുന്ദന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് CPIയിൽ കലഹം രൂക്ഷമാകുന്നു. രണ്ടാമത് അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് CC മുകുന്ദൻ ഉന്നയിക്കുന്നത്. മുൻ MLA ഗീതാ ഗോപിക്ക് സീറ്റ് നൽകിയത് പേയ്മെന്റ് സീറ്റാണെന്ന സംശയം തനിക്കുണ്ടെന്നും പാർട്ടിയിൽ ഇപ്പോൾ പണത്തിനാണ് സ്വാധീനമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മുകുന്ദൻ പ്രഖ്യാപിച്ചു. തന്റെ 5 വർഷത്തെ ഭരണവും ഗീതാ ഗോപിയുടെ 10 വർഷത്തെ ഭരണവും തമ്മിൽ താരതമ്യം ചെയ്യാൻ മുകുന്ദൻ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചു. സാമ്പത്തികമായി പാർട്ടിയെ സഹായിക്കാൻ തനിക്കുമേൽ പലപ്പോഴും സമ്മർദ്ദമുണ്ടായെന്നും എന്നാൽ വൻകിട മുതലാളിമാരുള്ള മണ്ഡലമായിട്ടും താൻ ആരുടെയും പോക്കറ്റിൽ കൈയിട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ള ഗീതാ ഗോപി വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന വ്യക്തിയാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു.
നേരത്തെ ഗീതാ ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക വിവാദങ്ങൾ പാർട്ടി തള്ളിയിരുന്നെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തോടെ ഈ ആരോപണങ്ങൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നിഷേധിച്ച 2 മണ്ഡലങ്ങളിൽ ഒന്നാണ് നാട്ടിക. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടെ കൂടുതൽ തീരുമാനങ്ങൾ അറിയിക്കുമെന്ന് മുകുന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. CPI നേതൃത്വം ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഒരു മുതിർന്ന നേതാവിന്റെ പരസ്യമായ കലാപം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടി ഉണ്ടാക്കിയേക്കാമെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. പാർട്ടി ജില്ലാ നേതൃത്വവുമായി മുകുന്ദൻ നേരത്തെ തന്നെ അസ്വാരസ്യത്തിലായിരുന്നു. MLA എന്ന നിലയിൽ പാർട്ടി നിയോഗിച്ച സെക്രട്ടറി തന്റെ ലെറ്റർ പാഡുകളുമൊപ്പം താൻ അറിയാതെ ദുരുപയോഗം ചെയ്തു എന്ന പരാതിയെ തുടർന്നാണ് മുകുന്ദൻ പാർട്ടിയുമായി ആകുന്നത്. സെക്രട്ടറിയെ മാറ്റുന്നതുവരെ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും തന്റെ അതിർത്തി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. T20 ലോകകപ്പ് സ്വന്തമാക്കി ഇന്ത്യ. യുദ്ധം ജയിച്ച സൈന്യാധിപനെ പോലെ സഞ്ജു സാംസൺ ഗ്രൗണ്ടിൽ നെഞ്ചുവിരിച്ചു. ആകാശത്തിന് താഴെ അഹമ്മദാബാദ് സ്റ്റേഡിയം ആരവങ്ങളിൽ ആർത്തിരമ്പി. തുള്ളിച്ചാടുന്ന ഓരോ നീലക്കുപ്പായക്കാരിലും ആവേശത്തിന്റെ ഊർജ്ജപ്രവാഹം. വീശുന്ന ഓരോ കൊടിയിലും അഭിമാനത്തിന്റെ ത്രിവർണം. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പൊട്ടുന്ന ഓരോ പടക്കങ്ങളും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആഹ്ലാദത്തിന്റെ ആ ഡെസിബൽ കണക്കുകൾ. T20 ലോകകപ്പ് അതിന്റെ നാഥനെ കണ്ടെത്തിയിരിക്കുന്നു. അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെ തന്നെ ലോകം ഉറങ്ങാൻ പോകുന്ന സമയത്ത് 146 കോടി പേരുള്ള ഇന്ത്യ മഹാരാജ്യം ഇന്നലെ സന്തോഷത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു. സ്വന്തം മണ്ണിൽ സ്വന്തക്കാരായ മനുഷ്യരുടെ മുന്നിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ലോക കിരീടം ഉയർത്തുമ്പോൾ ചരിത്രം അതിന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചിടുന്നു. 3 തവണ T20 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ആദ്യ ടീം. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് കീഴടക്കിയാണ് T20 ലോകകപ്പിലെ 3ാം കിരീടം ഇന്ത്യ നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത് 255 റൺസിന്റെ കൂറ്റൻ സ്കോർ ഉയർത്തിയ ഇന്ത്യ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ കിവീസിനെ 159 റൺസിൽ ഔട്ടാക്കി. ഇന്ത്യൻ മണ്ണിൽ കുട്ടി ക്രിക്കറ്റിലെ ആദ്യ ലോക കിരീടം ഉയർത്തിയ സൂര്യകുമാറും സംഘവും നാട്ടിലൊരു ലോകകപ്പ് വിജയത്തിനായുള്ള ഇന്ത്യക്കാരുടെ 15 വർഷം നീണ്ട കാത്തിരിപ്പിനും വിരാമമിട്ടു. സ്കോർ ഇന്ത്യ 20 ഓവറിൽ 5-ന് 255, ന്യൂസിലൻഡ് 19 ഓവറിൽ 159.46, പന്തിൽ 5 4-ഉം 8 6-ഉം അടക്കം 89 റൺസ് നേടിയ കേരളത്തിന്റെ സ്വന്തം സഞ്ജു ആയിരുന്നു ഇന്ത്യൻ കുതിപ്പിന്റെ കപ്പിത്താൻ. തുടർച്ചയായ 3ാം അർദ്ധ സെഞ്ചുറി കുറിച്ച സഞ്ജു ഈ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റുമായി. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയപ്പോൾ 15 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറ ന്യൂസിലൻഡിനെ എറിഞ്ഞൊതുക്കി. ബുംറയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാനുമായുള്ള യുദ്ധത്തിൽ സഹകരിക്കാതിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജയിച്ച യുദ്ധത്തിൽ പങ്കുപറ്റുന്നവരെ തനിക്ക് വേണ്ട എന്നും റോയൽ നേവിയുടെ യുദ്ധവാഹിനി കപ്പലുകൾ തങ്ങൾക്ക് ആവശ്യമില്ല എന്നും ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ സഖ്യകക്ഷിയായിരുന്ന ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കാണിച്ച നെറുകേടിന് മറുപടി നൽകുമെന്നും ട്രംപിന്റെ ഭീഷണി. ട്രംപിന്റെ പോരാട്ടത്തിൽ തുടക്കം മുതൽ പിന്തുണ നൽകേണ്ടതായിരുന്നുവെന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. ദുബായിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാർട്ടർ ഫ്ലൈറ്റ് ബുക്കിംഗ് ആരംഭിച്ച് ബ്രിട്ടൻ. സംവിധാനം ഒരുക്കിയിരിക്കുന്നത് മധ്യപൂർവേഷ്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക്. ദുബായിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത് ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാർ. അവശരായവർക്കും പ്രായമായവർക്കും ചാർട്ടർ വിമാനങ്ങളിലെ ബുക്കിംഗിൽ മുൻഗണന. ദുബായിൽ നിന്നുള്ള വിമാനം ഈ ആഴ്ച ബ്രിട്ടനിലെത്തും. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിലെ പാഠ്യവിഷയങ്ങൾ പുനഃപരിശോധിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ നിർബന്ധിത വിദ്യാഭ്യാസ നയങ്ങൾ പുനഃപരിശോധിച്ച് അവയിൽ മാറ്റം വരുത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ്. പുതിയ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ പാഠ്യവിഷയങ്ങൾ ക്രമീകരിക്കും. വിദ്യാഭ്യാസ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കളും അധ്യാപകരും നിരവധി സംഘടനകളും രംഗത്ത്. ഇറാന്റെ പരമോന്നത നേതാവായി ആയത്തുള്ള ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ തിരഞ്ഞെടുത്തു. നേതാവിനെ തിരഞ്ഞെടുത്തത് 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പെർട്സ്. മുജ്തബയുടെ രാഷ്ട്രീയ പ്രവേശനം 2000-ഓടെ. രാജ്യവ്യാപകമായി നടന്ന ഗ്രീൻ മൂവ്മെന്റ് പ്രക്ഷോഭത്തെയും ഹിജാബ് പ്രക്ഷോഭത്തെയും അടിച്ചമർത്തുന്നതിൽ മുജ്തബ പങ്കുവഹിച്ചു. ഇറാനിലെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം ഇനി മുജ്തബ ഖമേനിക്ക്. ഇറാൻ ആക്രമണത്തിൽ ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. UAE-യിലെ ഫുജൈറയിൽ വീണ്ടും ഇറാന്റെ ആക്രമണം. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന ഇസ്രയേലിനൊപ്പം അമേരിക്ക ഉറച്ചു നിൽക്കുമെന്നും ഉചിതമായ സമയത്ത് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാവുള്ളൂ എന്നും ട്രംപ്. പശ്ചിമേഷ്യയിലുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനായി വിമാനങ്ങൾ സജ്ജമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. നിലവിലെ യുദ്ധ സാഹചര്യം ഇന്ത്യയെ ഏറെ ആശങ്കപ്പെടുത്തുന്നുവെന്നും പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും മന്ത്രി. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധന രാജ്യത്തെ സാമ്പത്തികമായി ബാധിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി. മമതാ ബാനർജിയും നരേന്ദ്രമോദിയും തമ്മിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത രാഷ്ട്രീയ തർക്കം പുതിയ തലത്തിലേക്ക്. വിവാദങ്ങൾക്ക് കാരണമായത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയോ മറ്റു മന്ത്രിമാരോ എത്താതിരുന്നത്. സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വരാത്തതിൽ രാഷ്ട്രപതി അതൃപ്തി പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഭരണഘടനാപരമായ ലംഘനമാണെന്ന് നരേന്ദ്രമോദി.
മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ നിയമ നടപടിക്ക്. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ എല്ലാം തെളിവുകൾ ഫോട്ടോകളായി തന്റെ പക്കലുണ്ടെന്നും ബിന്ദു മേനോൻ. മന്ത്രിയുടെ സഹായികൾ ഭാര്യയെ തടഞ്ഞുവെച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് അലംഭാവം കാണിച്ചതായും ആരോപണം. തന്നെ സഹായിച്ചത് ബന്ധു കൂടിയായ മുൻ DGP ശ്രീലേഖയെന്ന് മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ. സംഭവത്തിൽ പ്രതികരിക്കാതെ ഭാര്യ. ആരോപണം സ്ഥിരീകരിച്ച് ശ്രീലേഖ. ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന നഴ്സുമാരെ മുറിയിൽ പൂട്ടിയിട്ട് മാനേജ്മെന്റ്. സംഭവം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി. നഴ്സുമാരെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും നഴ്സുമാരുടെ സംഘടന. സ്വകാര്യ ആശുപത്രികളിലെ സമ്പൂർണ്ണ പണിമുടക്കിൽ അത്യാഹിത വിഭാഗങ്ങളടക്കം പ്രവർത്തിച്ചില്ല. പ്രതിഷേധം ശക്തമാക്കി നഴ്സുമാരുടെ സംഘടന. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.